അർജുൻ 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 ഇന്നത്തെ ടാസ്ക് അർജുൻ അങ്ങ് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. ആ രീതിയിലാണ് ഇന്ന് ടാസ്ക് ചെയ്തേക്കണത്. കുറച്ച് കൂടുതലൊക്കെ ചെയ്ത് കേട്ടാ. കുറച്ച് നോറ ചെയ്യാത്തതും കൂടി ചെയ്തിട്ടുണ്ട് ഓവറായിട്ട്. എന്നാലും കുഴപ്പമില്ല. ബിഗ് ബോസ് കൂടുതൽ കുളവാക്കാതെ ടാസ്ക് അങ്ങ് അവസാനിപ്പിച്ചു. കാര്യം ഇനിയിപ്പോൾ ലീവിംഗ് ഏരിയയിൽ നമ്മുടെ പ്രൊമോഷന് വേണ്ടി ഉർവശി ചേച്ചി എത്തുന്നുണ്ട്. അപ്പോൾ ലീവിംഗ് ഏരിയയിൽ അവരെ വിളിച്ചിരുത്തിയിട്ട് ജയിൽ നോമിനേഷൻ ചെയ്യിപ്പിച്ചു. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അർജുൻ. അത് കഴിഞ്ഞ് ജാസ്മിൻ. സിജോയിനെ നല്ല രീതിയിൽ തന്നെ സിജോയുടെ മാനറിസം ഇങ്ങനെയൊക്കെ ഇട്ട് കാണിച്ച് നന്നായിട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഞാൻ പറയാം. അത് കഴിഞ്ഞ് നോറ ഒരുവിധം ഒപ്പിച്ചു. ഒരുവിധം ഇടയ്ക്കിടയ്ക്ക് നോറ തന്നെ ആയി വരുന്നുണ്ട്. പിന്നെ നോറ പലപ്പോഴും നോറയായിട്ട് ഞാൻ ആദ്യം പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നോറയായിപ്പോയി. പിന്നെ സിജോ ശ്രീധുവിനെ കാട്ടി നന്നായിട്ട് ചെയ്തു. പിന്നെ ഋഷി കുഴപ്പമില്ല. അഭിഷേകും അത്രയ്ക്ക് പിന്നെ അങ്ങോട്ട് താഴോട്ടാണ് വരുന്നത്. ശ്രീധുവും ഒന്നുമില്ല. ശ്രീധുവിന് അർജുൻ ഇതുപോലെ ശരിക്കും ഗെയിമും കൂടെ കളിച്ചിരുന്നെങ്കിൽ എന്ത് രസമായനല്ലേ. ടാസ്കുകളൊക്കെ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്, എൻ്റർടൈനും ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. ഈവൻ നോറ ആ ടൗല് കൊണ്ടുവന്നിരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന കാര്യമാണ് നോറ രാവിലെ വന്നിട്ട് ടവലും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നോറേനെ കുറച്ച് കൂടുതലായിട്ടാണ് കാണിച്ചത്. എന്നാലും അർജുൻ എക്സൽ ചെയ്തു ടാസ്ക്. പക്ഷേ സീസൺ 4 ടാസ്കിൽ അത്രയും എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതിനകത്ത് എല്ലാവരും ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. എനിക്ക് സൂരജിനെയും പിന്നെ അതിനകത്ത് ആരായിരുന്നു, സൂരജും റോൺസനും മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒന്ന് പുറകോട്ട് നിന്നത്. ബാക്കി എല്ലാവരും നെയിൽ ചെയ്തു. പക്ഷെ ഇതിനകത്ത് ജിൻഡോ പറയാനില്ല. അയ്യോ, ജിൻഡോയ്ക്ക് എന്ത് പറ്റി? ജിൻഡോ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനെ ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഒന്നും ചെയ്തില്ല ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ. ജിൻഡോയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ജിൻഡോയ്ക്ക് അറ്റ്ലീസ്റ്റ് ജിൻഡോ കാക്ക എന്നെങ്കിലും വിളിക്കായിരുന്നു ജാസ്മിൻ വിളിച്ചതുപോലെ. അങ്ങോട്ട് ശരിയായിട്ടില്ല. ജിൻഡോയ്ക്ക് അത് ജാസ്മിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതല്ല ജാസ്മിനെ എന്തൊക്കെ കാണിക്കായിരുന്നു എൻ്റെ പൊന്നോ. ജാസ്മിനെ കാണിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. കാര്യം ജാസ്മിനും നോറയൊക്കെ അല്ലേ ഈ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ആൾക്കാർ, പെട്ടെന്ന് മുന്നിൽ കാണുന്നത്. അപ്പം ജാസ്മിനെ ചെയ്യാൻ ഒരുപാട് പറ്റുമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് സ്വിച്ച് ഒന്നും ചെയ്യിപ്പിക്കാതെ ടാസ്ക് അങ്ങ് നിർത്തി. ആദ്യം ലീവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തി ഒരു ജയിൽ നോമിനേഷൻ നടത്തി കേട്ടാ. അർജുൻ ടവലൊക്കെ കെട്ടി വെച്ചാൽ വന്നത്. ജിൻഡോ ജാസ്മിനും ഋഷിയും ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്നു. ജിൻഡോ ജാസ്മിനായിട്ട് ഋഷിയുടെ അടുത്ത് പോയിരുന്നിട്ട് അയ്യോ ഫുൾ കുളം. ജിൻഡോ ജാസ്മിനായിട്ട് ഋഷിയായ ജിൻഡോയുടെ അടുത്ത് പോയിരുന്നു കേട്ടാ. ജിൻഡോയായ ഋഷിയുടെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് മറ്റേ നുള്ളലും പിച്ചലും ഒക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ അഭിഷേക് നമ്മുടെ നോറേനെ, അതായത് അർജുനായ നോറേനെ ചോദിച്ചു, ഈ തലയിലിരിക്കുന്നതാണോ നിന്റെ വ്യക്തിത്വം എന്നൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ശരിക്കുള്ള നോറയ്ക്ക് ദേഷ്യം വന്നു. അർജുനാണെങ്കിൽ ജയിൽ നോമിനേഷൻ ചെയ്യാമെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത്. ജിൻഡു ചേട്ടനാണ് കാര്യം. ജിൻഡു ചേട്ടൻ ഇവിടുത്തെ എന്ത് വ്യക്തിയാണ് ജിൻഡു ചേട്ടൻ? വ്യക്തിയാണോ ജിൻഡു ചേട്ടൻ? ഒരു സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിത്വ വികസന ക്ലാസ്സിൽ പോയേണ്ടത് ജിൻഡു ചേട്ടൻ വേണം. പിന്നെ 27ാമത്തെ ദിവസവും 47ാമത്തെ ദിവസവും കിലോക്കിന് 1.5 മണിക്ക് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നോറ എന്ന വ്യക്തിയെ ബിഗ് ബോസിന് ഇഷ്ടമാണ്, ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, നോറ എന്ന വ്യക്തിത്വത്തെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ നോറ പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുമല്ലോ, അതൊക്കെ കുറച്ച് ഹൈപ്പ് ചെയ്തൊക്കെ അർജുൻ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ നോറയെ പോലെ അല്ല ബാക്കിയുള്ളവർ, നോറ പ്രേക്ഷകർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഹൈപ്പ് കൂട്ടി അർജുൻ സംസാരിക്കുന്നുണ്ട്. ഋഷി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആരാടാ എൻ്റെ പേര് പറഞ്ഞത്? എൻ്റെ പേരെന്താണെന്ന് ഇപ്പം ജിസിയെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പറയില്ലേ, ആ കാര്യങ്ങളൊക്കെ ഋഷി പറഞ്ഞിട്ടുണ്ട്. ഋഷി ജിൻഡോ രാവിലെ പിന്നെ ഋഷി ജിൻഡോ ആയിട്ട് വന്നിട്ട് രാവിലെ ചായ ഇട്ടത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഋഷി വന്നിട്ട് ഋഷി ജിൻഡോ ആയിട്ട് വന്നിട്ട് 2 പേരെ മന്ദബുദ്ധി അല്ലെങ്കിൽ മണ്ടൻ ജിൻഡോ ആയിട്ട് മാറി 2 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. 2 പ്രാവശ്യം നോറയെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിഷേക് ഋഷിയായിട്ട് വന്ന് മാനറിസം ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഋഷിയായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് സിജോ ആയിട്ട് വന്നിട്ട് ജാസ്മിൻ്റെ മാനറിസം സിജോ ആയിട്ട് നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഋഷി ഡിപ്പെൻഡൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഋഷി പൊട്ടിത്തെറിക്കുന്നു. ഋഷിയായിട്ട് നിൽക്കുന്ന അഭിഷേക് പൊട്ടിത്തെറിക്കുന്നു. അത് കഴിഞ്ഞ് നോറ അതിൻ്റെ ഇടയിൽ കയറി ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. നോറയായ അർജുൻ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ജിൻഡോ ജാസ്മിനായിട്ട് വലുതായിട്ടൊന്നുമില്ല, നിങ്ങളെല്ലാവരും കൂട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലത്തെ സംഭവ വികാസങ്ങൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ കാണിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഒറ്റപ്പെടൽ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ ജാസ്മിനും നോറയാണ് ജയിലിൽ കിടക്കേണ്ടതെന്ന് ഒരുപാട് പേര്
കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് താഴെ ഹോട്ട്സ്റ്റാറിൽ. അതായത് ജയിലിലിടുകയാണെങ്കിൽ ജയിലിലിടുകയാണെങ്കിൽ വരേണ്ടത് നമ്മുടെ സിജോയും നോറയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് വരേണ്ടത്. അതായത് ജാസ്മിനും അർജുനും നോറയായിട്ട് ജയിലിൽ, എന്തൊരു കൺഫ്യൂഷൻ ഇത്, ജാസ്മിനും അർജുനും കൂടി ജയിലിൽ കിടന്നാൽ കൊള്ളാമായിരുന്നു എന്ന്. പക്ഷെ അതിലോട്ടൊന്നും പോയില്ല. ബിഗ് ബോസ് അത് എൻഡ് ചെയ്തു. അപ്പോൾ അതിനകത്ത് അർജുൻ എൻഡ് ചെയ്യുന്നുണ്ട് അവസാനം. എല്ലാവരും എനിക്കിട്ടാണ്, ഞാനാണ് എപ്പോഴും ജയിലിൽ പോവേണ്ടത്, ഞാൻ ആരാണ്, എല്ലാവരുടെയും കളിപ്പാവയോ? ഞാൻ നോക്കിക്കോ, ഇതല്ല നോറ, ശരിക്കുള്ള നോറ വേറെ വരും, IAS നോറ, IPS നോറ, IFS നോറ, അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചാവോ, ഞാൻ ഇതൊക്കെ ഒന്നിച്ചാവും എന്നൊക്കെ പറഞ്ഞ് അർജുൻ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ടാസ്ക് അവസാനിച്ചു. ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ധാരാളമാണിത്. ഇന്നത്തെ എപ്പിസോഡ് അർജുൻ കൊണ്ടുപോയി, ജാസ്മിനും കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. അർജുനാണ് എന്താ പറയേണ്ടത്, നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അർജുൻ തന്നെ ഇത് കവറപ്പ് ചെയ്ത് നിൽക്കും ഈ എപ്പിസോഡ് മുഴുവൻ. പിന്നെ അടുത്ത ഉർവശി ചേച്ചി വരും, മറ്റേ അതിൻ്റെ നമ്മുടെ ഉള്ളൊഴുക്കെന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.